ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നലെ കോഴിക്കോട് എലത്തൂരിൽ രാഹുലിന് സംഭവിച്ചത് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. രാഹുൽ ഒരു ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാളായിരുന്നു. 9 മാസത്തോളം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിരുന്നു. എന്നാൽ അമ്മയാണ് ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ളതൊക്കെ. എന്നാൽ അമ്മ തന്നെയാണ് കേസ് കൊടുത്തിട്ടുള്ളതും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു തവണ അമ്മ കുറച്ച് സ്ട്രോങ് ആയി തന്നെ നിൽക്കുകയാണ്. കാരണം നമുക്ക് മാത്രമല്ല, സമൂഹത്തിനും അവൻ പ്രശ്നമാകുന്നു എന്ന് കരുതുന്ന ആ ഒരു നിമിഷം അമ്മ തിരിച്ചറിഞ്ഞു മകനെ പോലീസിൽ തന്നെ ഏൽപ്പിക്കുന്നതാണ് നല്ലത് എന്ന്. ആ അമ്മയുടെ ശരിയായ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ്. പല അമ്മമാരും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളും കുറച്ച് കുറഞ്ഞേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അഫാന്റെ ഉമ്മ നമ്മൾ വെഞ്ഞാറമൂട് പ്രശ്നത്തിൽ കണ്ടതാണ്. അഫാന്റെ ഉമ്മ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സ്വന്തം മകനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അല്ലെങ്കിൽ അതിന് എന്താണ് സംഭവിച്ചതെന്ന് തന്നെ മാറ്റി പറയുന്ന ഒരു അവസ്ഥയാണ് അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ഉമ്മാന്റെ സ്നേഹമാണ് അത് ശരിയാണെങ്കിൽ പോലും മകന്റെ തെറ്റുകളെ ന്യായീകരിക്കാൻ അതൊരിക്കലും ഒരമ്മ എന്ന് കരുതി നമുക്കതൊന്നും തെറ്റുകളെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കോഴിക്കോട് നടന്ന സംഭവത്തിൽ മിനി എന്ന അമ്മയുടെ ആ ഒരു തീരുമാനം വളരെ വലുത് തന്നെയായിരുന്നു. അത് ഈ അമ്മയുടെ മനസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ പോലും സമൂഹത്തിന് നല്ലത് വരട്ടെ എന്നും അതുപോലെ തന്നെ മകനും നല്ലത് വരട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് ആ അമ്മ ആ ഒരു തീരുമാനം എടുത്തത്. ഈ ഒരു 9 മാസക്കാലം ജയിൽവാസത്തിലായിരുന്നെങ്കിൽ പോലും മകനിൽ മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അമ്മയാണ് ഇപ്പോൾ വീണ്ടും പോലീസിൽ തന്നെ ഏൽപ്പിക്കാൻ തീരുമാനമെടുത്തത്. ഇനിയെങ്കിലും മകൻ നന്നായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആ ഒരു തീരുമാനത്തിനെ നമുക്ക് പ്രശംസിക്കാം. രാഹുലിന്റെ കുടുംബത്തിന് തന്നെ ഒരു വധഭീഷണി മുഴക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് അമ്മ മിനി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവരെല്ലാവരും ജീവിതം നല്ല രീതിയിൽ പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.